അതുകൊണ്ട് എടുത്ത് തെളിക്കാൻ പറ്റിയില്ല. അവർ ചോദിച്ചു, കൂട്ടുകാരെ നമുക്ക് അല്പം എണ്ണ തരുമോ? അപ്പോൾ വിവേകമുള്ള കന്യകമാർ പറഞ്ഞു, ഇല്ല, നമുക്ക് രണ്ടുപേർക്കും തരില്ല. ഞാൻ നിങ്ങൾ കണ്ട നമുക്ക് തരില്ല. നിങ്ങൾ ഓടിപ്പോയി കടയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു വരും. മണവാൻ വന്നപ്പോൾ എണ്ണ വാങ്ങാൻ പോയ കന്യകമാർ വന്നിരുന്നില്ല. ഒരുങ്ങിയിരുന്ന കന്യകമാർ വിളക്ക് കത്തിച്ച് മണവാനെ സ്വീകരിച്ചു മുറിയിൽ കയറി കഥവടച്ചു. എണ്ണ വാങ്ങാൻ പോയ കന്യകമാർ വന്നപ്പോൾ അത് വാങ്ങിച്ചിരുന്നു. അവർ കഥവ് തട്ടിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ കർത്താവേ, കഥവൊന്ന് തുറക്കുമോ? കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളെ അറിയില്ല. 5 കന്യകമാർ വളരെ വിഷമത്തോടെ മടങ്ങിപ്പോയി. കൂട്ടുകാരെ, നിങ്ങൾ എന്റെ കഥയിൽ നിന്ന് എന്താ പഠിച്ചത്? എല്ലാ കാര്യങ്ങളും ഓർമ്മയോടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുക. ജാഗരൂകരായിരിക്കും. നന്ദി. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള ഭാഗത്ത് ലെഗ്യോൺ എന്ന അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. ശവകുടീരങ്ങൾക്കിടയിലാണ് അവൻ താമസിച്ചിരുന്നത്. അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിയുമായിരുന്നില്ല. ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർക്കുകയും അലറി വിളിക്കുകയും കല്ലുകൾ കൊണ്ട് സ്വന്തം ശരീരം മുറിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അവൻ അകലെ വെച്ച് തന്നെ യേശുവിനെ കാണുകയും സൗഖ്യത്തിനായി യാചിക്കുകയും ചെയ്തു. ഇതാ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ നിങ്ങളുടെ മുന്നിൽ. മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ, അങ്ങന്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അപേക്ഷിക്കുന്നു, അങ്ങനെ പീഡിപ്പിക്കരുതേ. തത്സമയം യേശു അശുദ്ധാത്മാവിനെ ശാസിച്ച് പന്നിക്കൂട്ടങ്ങളിൽ പ്രവേശിപ്പിച്ചു. അവൻ സുബോധമുള്ളവനായി ദൈവത്തെ മഹത്വപ്പെടുത്തി. മരുഭൂമിയിൽ 40 ദിവസം പിശാച് യേശുവിനെ പോലും പരീക്ഷണത്തിന് വിധേയനാക്കി. ആ പിശാച് ഇന്നും നമ്മെ ഓരോരുത്തരെയും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും നമ്മെ മോചിപ്പിക്കും. ആദ്യം ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു. സങ്കീർത്തനം 101. ഭൂമി ഒഴിഞ്ഞു കർത്താവിന്റെ മുമ്പിൽ അണിഞ്ഞിരിക്കട്ടെ. എന്റെ ദൈവം എന്റെ കാലുകൾ കേൾക്കും. യോഹന്നാൻ 10:14. ഞാൻ നല്ല ഇടയനാണ്. യോഹന്നാൻ 19:27. ഇതാ നിന്റെ അമ്മ. 1 യോഹന്നാൻ 4:4. കുഞ്ഞുമക്കൾ നിങ്ങൾ ഇതിൽ നിന്നുള്ളവരാണ്. 1 യോഹന്നാൻ 4:7. നമ്മൾ പരസ്പരം സ്നേഹിക്കാം. ദക്ഷിണം രചിക്കുന്നു. ലൂക്ക 1:37. ദൈവത്തിന് ഒന്നും സാധ്യമല്ല. ലൂക്ക 7:29. നാളെ ഞങ്ങളോടൊക്കെ വസിച്ചാൽ ചിന്തിക്ക് 127:3. കർത്താവിന്റെ ദാനമായ മക്കൾ. ലൂക്ക 3:22. കഷ്ടമാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. 1 തെസ്സലോനിക്ക 5:16. ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നു. 1 തെസ്സലോനിക്ക
കൂട്ടുകാരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗത്തിലെ 10 കന്യകമാരെ കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പണ്ടൊരു സുന്ദര രാത്രിയിൽ വിവാഹവിരുന്നിനായി മണവാളനെ സ്വീകരിക്കാൻ 10 കന്യകമാരെ തിരഞ്ഞെടുത്തു. 5 പേർ വിവേകമുള്ളവരായിരുന്നു, 5 പേർ വിവേകമില്ലാത്തവരായിരുന്നു. വിവേകമുള്ള 5 കന്യകമാരെ വിളക്കിനോടൊപ്പം എന്നെ കരുതിയിരുന്നു. വിവേകമില്ലാത്ത കന്യകമാർ വിളക്കിനോടൊപ്പം എന്നെ കരുതിയിരുന്നില്ല. മണവാൾ വരാൻ വളരെ വൈകി. 10 കന്യകമാർ ഉറങ്ങിപ്പോയി. മണവാൾ വന്നു. എല്ലാവരും മണവാളിനെ സ്വീകരിച്ചു ദൂരെ വിളിച്ചപ്പോൾ 10 കന്യകമാരെ വിളക്കത്തിൽ നിന്നിട്ട് വിവേകമുള്ള കന്യകമാർ വിളക്കിനോടൊപ്പം എണ്ണ കരുതുന്നതുകൊണ്ട് വിളക്കിൽ എണ്ണ തളിച്ചു. വിവേകമില്ലാത്ത കന്യകമാർ വിളക്കിനോടൊപ്പം എണ്ണ കരുതിയിരുന്നില്ലല്ലോ, അതുകൊണ്ട് വിളക്ക് തെളിക്കാൻ പറ്റിയില്ല. അവർ ചോദിച്ചു, കൂട്ടുകാരെ നമുക്ക് അല്പം എണ്ണ തരുമോ? അപ്പോൾ വിവേകമുള്ള കന്യകമാർ പറഞ്ഞു, ഇല്ല, നമുക്ക് രണ്ടുപേർക്കും തരില്ല. ഞാൻ നിങ്ങൾ കണ്ടാൽ നമുക്ക് തരില്ല. നിങ്ങൾ ഓടിപ്പോയ കടയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചോളൂ. മണവാൾ വന്നപ്പോൾ എണ്ണ വാങ്ങാൻ പോയ കന്യകമാർ വന്നിരുന്നില്ല. ഒരുങ്ങിയിരുന്ന കന്യകമാർ വിളക്ക് കത്തിച്ച് മണവാളിനെ സ്വീകരിച്ചു മുറിയിൽ കയറി കതക് അടച്ചു. എണ്ണ വാങ്ങാൻ പോയ കന്യകമാർ വന്നപ്പോൾ കതക് വാങ്ങിച്ചിരുന്നു. അവർ കതക് തട്ടിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, കതകൊന്ന് തുറക്കുമോ? കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളെ അറിയില്ല. 5 കന്യകമാർ വളരെ വിഷമത്തോടെ മടങ്ങിപ്പോയി. കൂട്ടുകാരെ, നിങ്ങൾ എന്റെ കഥയിൽ എന്താ പഠിച്ചത്? എല്ലാ കാര്യങ്ങളും ഓർമ്മയോടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുക. ജാഗരൂകരായിരിക്കും. നന്ദി. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള ഭാഗത്ത് ലെഗ്യോൺ എന്ന അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. ശവകുടീരങ്ങൾക്കിടയിലാണ് അവൻ താമസിച്ചിരുന്നത്. അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിയുമായിരുന്നില്ല. ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർക്കുകയും അലർ വിളിക്കുകയും കല്ലുകൾ കൊണ്ട് സ്വന്തം ശരീരം മുറിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അവൻ അകലെ വച്ച് തന്നെ യേശുവിനെ കാണുകയും സൗഖ്യത്തിനായി യാചിക്കുകയും ചെയ്തു. ഇതാ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ നിങ്ങളുടെ മുന്നിൽ. മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ, അങ്ങന്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ടാണേട്ട് ഞാൻ അപേക്ഷിക്കുന്നു, അങ്ങനെ പീഡിപ്പിക്കരുതേ. തത്സമയം യേശു അശുദ്ധാത്മാവിനെ ശാസിച്ച് പന്നിക്കൂട്ടങ്ങളിൽ പ്രവേശിപ്പിച്ചു. അവൻ സുബോധമുള്ളവനായി ദൈവത്തെ മഹത്വപ്പെടുത്തി. മരുഭൂമിയിൽ 40 ദിവസം പിശാച് യേശുവിനെ പോലും പരീക്ഷണത്തിന് വിധേയനാക്കി. ആ പിശാച് ഇന്നും നമ്മെ ഓരോരുത്തരെയും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും നമ്മെ മോചിപ്പിക്കും. ഉൽപ്പത്തി 2:1 ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു. സങ്കീർത്തനം 100:1 ഭൂമി ഒഴിഞ്ഞു കർത്താവിന്റെ മുമ്പിൽ ആനന്ദവും കൊടുക്കട്ടെ. മിക്കായ 7 എന്റെ ദൈവം എന്റെ പ്രാണങ്ങൾ കേൾക്കും. യോഹന്നാൻ 10:14 ഞാൻ നല്ല ഇടയനാണ്. യോഹന്നാൻ 19:27 ഇതാ നിന്റെ അമ്മ. 1 യോഹന്നാൻ
കുഞ്ഞുമക്കൾ എന്ന ലളിതിൽ നിന്നുള്ളവരാണ്. 1 യോഹന്നാൻ 4:7. നമ്മൾ പരസ്പരം സ്നേഹിക്കാം. ലൂക്ക 2:11 പ്രസിഡന്റ് രചിക്കുന്നു. ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്ക 7:29 നാളെ ഞങ്ങളോടൊത്ത് വസിച്ചാൽ ചിന്തിക്ക് 127:3 കർത്താവിന്റെ ദാനമായ മക്കൾ. ലൂക്ക 3:22 കഷ്ടമാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. 1 തെസ്സലോനിക്ക 5:16 ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നു. 1 തെസ്സലോനിക്ക 5:18 എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു.